തിരുവോണനാളിൽ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ മഴ മുന്നറിയിപ്പാണ്. 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പുലർച്ചെ മുതൽ പലയിടത്തും മഴ പെയ്തു തുടങ്ങിയിട്ടുമുണ്ട്. മഴയിലും ഓണത്തിൻ്റെ നിറപ്പകിട്ടിന് മാറ്റുകൂട്ടി ആഘോഷം പൊടിക്കുകയാണ് മലയാളികൾ. കൂടുതൽ വിവരങ്ങളുമായി എബി ജോൺ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. എബി, ഓണം ഒരു ഭാഗത്ത്, മഴയുടെ ഒരു ഭീഷണി മറുഭാഗത്ത്. എങ്ങനെയാണ് ഓരോരുത്തരും ഓണത്തെ വരവേറ്റിരിക്കുന്നത്? ഇന്ന് സദ്യവട്ടം ഒരുക്കുന്ന ഒരു തയ്യാറെടുപ്പിലാണ് എല്ലാവരും. മാത്രമല്ല, ക്ഷേത്രങ്ങളെല്ലാം പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ നടക്കുന്ന ഒരു സമയവും കൂടിയാണല്ലോ. മഴ ഭീഷണിയുണ്ടോ തലസ്ഥാനത്ത്? രാജേഷ്, മഴയുടെ ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ആകാശം പൊതുവെ മേഘാവൃതമായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇന്നലെ രാത്രി മുതൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെയോടുകൂടി തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പല സ്ഥലങ്ങളിലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുണ്ട്. മഴയിൽ എന്തായാലും ഓണത്തിൻ്റെ നിറപ്പകിട്ട് ചോർന്നു പോകില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. കാരണം അത്തരത്തിൽ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ ഇവരെല്ലാവരും തന്നെ നാട്ടുകാർ മുഴുവൻ ചെയ്ത് പൂർത്തിയാക്കിയിരുന്നു. ഏതാണ്ട് 2 ദിവസം ഉറക്കമണച്ചിട്ടുള്ള പരിപാടികൾ തന്നെയായിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ ഓണത്തിൻ്റെ ആ ദിവസത്തിലേക്ക് വരുമ്പോൾ ആ ഓണത്തിൻ്റെ മുഴുവൻ ആഘോഷവും അതിൻ്റെ മുഴുവൻ നിറപ്പകിട്ടോടു കൂടിയും തന്നെ തുടങ്ങുന്ന, അല്ലെങ്കിൽ അത് ആഘോഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ എല്ലാവരുടെയും ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലും, അതായത് മഴ ഒരിക്കലും ഒരു പ്രതികൂലമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ അതൊരു തരത്തിലും ഓണത്തിൻ്റെ ആഘോഷങ്ങളെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ് എല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. ആ നിലയ്ക്ക് തന്നെയുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ആ നിലയ്ക്ക് ഓണത്തെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂർ. ഇപ്പോൾ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഇപ്പോൾ നമ്മളുള്ളത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ്. രാവിലെ നമ്മൾ 7 മണിയോടുകൂടിയാണ് ഇവിടെ ആദ്യത്തെ ലൈവ് കൊടുക്കുന്നത്. ആ സമയത്ത് ഏതാണ്ട് ഈ പൂജയുടെ സമയമൊക്കെ അത് നട അടച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 8 മണിയോടുകൂടി 8:30 തന്നെ നട തുറന്നിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ദർശനത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ആളുകളുടെ ഭക്തരുടെ ഒരു വലിയ തിരക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ മനോഹരമായിട്ടുള്ള പൂക്കളും ഇവിടെ തയ്യാറാക്കിയത്. എന്തായാലും നമുക്ക് ഇന്നിപ്പോൾ ഓണമൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ തിരുവാതിര പാട്ടുകളൊക്കെ നമുക്ക് ഓണപ്പാട്ടുകളൊക്കെ തന്നെ നമുക്ക് കേൾക്കാം. അതാണല്ലോ ശരിക്കും ഓണത്തിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്. നമുക്കിവിടെ നമ്മൾ കുറച്ച് ചേച്ചിമാരെ കണ്ടിട്ടുണ്ട്. ചോദിച്ചു നോക്കട്ടെ, എവിടെ നിന്നാണ് വരുന്നത്? തിരുവനന്തപുരത്ത് തന്നെയാണ്. അപ്പം രാവിലെ ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലേക്ക് അല്ലേ? അതെ, ഞങ്ങൾ 4-5 വർഷം കൊണ്ട് ഞങ്ങളാണ് ഇവിടെ തിരുവാതിര കളിക്കുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ഭഗവാന്റെ അടുത്ത് വന്ന് തിരുവാതിരയും കളിച്ച് ഭഗവാന്റെ പ്രസാദവും കഴിച്ചിട്ട് വീട്ടിൽ പോകും. തിരുവാതിര എപ്പോഴാ കഴിഞ്ഞു? അപ്പൊ നമുക്ക് വേണ്ടി തിരുവാതിര പാട്ടൊന്ന് പാടാലോ? പാടാം. പാട്ട് പാടുന്നില്ലേ? പാടാം. ആദ്യം മുതൽ തന്നെ പാടാല്ലേ? തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ, തിരുമുറ്റം പൂക്കളാൽ നിറയും പറനിറയേ, ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാ വാ, തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ, തിരുമുറ്റം പൂക്കളാൽ നിറയും പറനിറയേ, ഒന്നിച്ചൊരോണം ഒന്നിച്ചൊരീണം പാടുവാൻ കിളിമകളേ വാ വാ. ചേച്ചിമാരുടെ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞോ. എൻ്റെ പേര് കവിത. രേവതി, ചിത്ര, വൈഗ, അഞ്ജലി. ഇവരാണ് നമുക്ക് വേണ്ടി കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് തന്നെ ഇവർ തന്നെയാണ് ഇവിടെ തിരുവാതിര അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഇവരുടെ ദിവസങ്ങളൊക്കെ, അല്ലെങ്കിൽ ഓണത്തിൻ്റെ ആഘോഷം അവർ ആഘോഷിക്കുന്നത്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള ആഘോഷങ്ങൾ, പരിപാടികളൊക്കെ തന്നെയും തലസ്ഥാന നഗരിയിൽ തന്നെ പല സ്ഥലങ്ങളിലുമുണ്ട്. കനകക്കുന്നിലാണെങ്കിലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികളൊക്കെ തന്നെ ഓണം വാരാഘോഷം എന്ന നിലയിൽ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികളൊക്കെ തന്നെയും അവിടെ അരങ്ങേറുന്ന ഒരു ദിവസം കൂടിയാണ്. ഒപ്പം തന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുക, ലൈറ്റ് കാഴ്ചകൾ കാണുക തന്നെ, അത് തന്നെ ഒരു വലിയ ആഘോഷം തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയും ഓണത്തിൻ്റെ ആ ഒരു ആഘോഷ നിറവിൽ തന്നെയാണ് നാടും നഗരവും എല്ലാം ഉള്ളത് എന്നുള്ളതാണ്. ഇവിടേക്കിപ്പോൾ നമ്മൾ സാധാരണ ഓണം പുതിയ കാലഘട്ടത്തിലേക്കാണ്, ഏതാണ്ട് റീൽ ഓണം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന നിലയിൽ തന്നെയാണ്. എവിടെ നോക്കിയാലും നമുക്ക് റീലുകളുടെ ചിത്രീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുക. ആ നിലയ്ക്ക് ഓണത്തിൻ്റെ മാറ്റ് പല തരത്തിൽ മാറുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്ക് അതിൻ്റെ ഓണ ആഘോഷങ്ങൾക്ക് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് പുതിയ പുതിയ നിറങ്ങളിൽ അത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ്
തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. മാറ്റങ്ങൾ അത് നല്ല രീതിയിൽ തന്നെ പല രീതിയിൽ പുതുമയോടുകൂടി തന്നെ ഓണം ഓരോ തവണയും പുതുക്കപ്പെടുന്നു എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അങ്ങനെ ഓണത്തിൻ്റെ നിറവിൽ തന്നെയാണ്. മഴയുടെ മുന്നറിയിപ്പുണ്ട്, 6 ജില്ലകളിൽ യെല്ലോ അലേർട്ട് ഉണ്ട്. പക്ഷേ അതൊന്നും തന്നെ വലിയ രീതിയിൽ ഓണത്തെ പ്രതികൂലമായി ബാധിക്കില്ല എന്ന് തന്നെയാണ്. മധ്യ കേരളത്തിലാണ് പ്രധാനമായും ഇത്തരത്തിൽ മഴയുടെ ഒരു ശക്തമായിട്ടുള്ള മഴ ഉള്ളത് എന്നുള്ളതാണ്. കോട്ടയം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ശക്തമായുള്ള മഴ തുടരുന്നു. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തിരുവനന്തപുരത്തും ശക്തമായുള്ള മഴ പെയ്തിരുന്നു. രാവിലെയോടുകൂടി നേരിയ തോർച്ചയുണ്ട്. ബാക്കിയുള്ള ജില്ലകളിലും വടക്കൻ കേരളത്തിലും ശക്തമായിട്ടുള്ള മഴയുണ്ട്. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനുള്ള സാധ്യത കൂടി ഘട്ടത്തിൽ പ്രവചിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയ്ക്കുള്ള ജാഗ്രത കൂടി പാലിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഘട്ടത്തിലുണ്ട്. രാജേഷ്.